നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്, അത് ചർച്ചയാക്കേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞാ വേദിയിൽ നിൽക്കുമ്പോൾ കേട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ആദ്യം നമുക്ക് 2 വീഡിയോ കാണാം. അതിനുശേഷം കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാം. ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും പൂർവ്വം പുലർത്തുമെന്നും മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനും മന്ത്രിയായി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഇതിലെന്താണ് ഇത്ര ചർച്ചയാക്കാനുള്ളത് എന്ന് എല്ലാവർക്കും തോന്നും. പക്ഷേ ചർച്ചയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വി.ഡി. സതീശന് കിട്ടിയ കയ്യടിയേക്കാൾ, അതായത് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കിട്ടിയ കയ്യടിയേക്കാൾ കൂടുതലായിരുന്നു, കരഘോഷവും കയ്യടിയും ബഹളവും ഒക്കെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഉണ്ടായത്. കണ്ണേ കരളെ കുഞ്ഞാലിക്കുട്ടി, ഒപ്പം ഞങ്ങളുണ്ട്, ആരാണ്ടാ ഇത്, ലീഗാണ്ട, കേരളം ഭരിക്കുന്നത് ഞങ്ങളാടാ എന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളികൾ. അതിലും എന്താണ് ചർച്ചയാക്കാനുള്ളത് എന്ന് തോന്നും. വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടിക്കും കിട്ടിയ കയ്യടിയെക്കുറിച്ച് അതിന്റെ എണ്ണമെടുത്ത് കുത്തിത്തിരിപ്പ് വാർത്തയുമായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ചിലരൊക്കെ കമന്റ് ചെയ്യാം. പക്ഷേ ഇതൊരു കുത്തിത്തിരിപ്പ് വാർത്തയല്ല. അത്തരം ഒരു കുത്തിത്തിരിപ്പുകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് എന്നോണം ഈ സർക്കാരിനോടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശനോടും ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. മുൻപ് വി.ഡി. സതീശൻ പറഞ്ഞ ഒരു വാചകമുണ്ട്: സമുദായ നേതാക്കളെ കണ്ടാൽ ചിരിച്ചോളൂ, കൈ കൊടുത്തോളൂ, ഇരുന്നോളൂ, പക്ഷെ കിടക്കാൻ പോകരുത് എന്ന്. അതുതന്നെയാണ് വി.ഡി. സതീശനോട് ഇപ്പോൾ ഞങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പറയാനുള്ളത്. അതായത് സമുദായ നേതാക്കളെ കാണുമ്പോൾ ഇരുന്നോളൂ, കൈ കൊടുത്തുകൊള്ളൂ, പക്ഷേ കിടക്കാൻ പോകരുത്. പാണക്കാട് തങ്ങൾ വന്നപ്പോഴും വേദിയിൽ വലിയ കരഘോഷമായിരുന്നു. ലീഗ് ആഘോഷിക്കുകയാണ്, അവർ അർമാദിക്കുകയാണ്. 10 വർഷം കിട്ടാതിരുന്ന അധികാരം ഇപ്പോൾ കിട്ടിയതിൽ അവർ സന്തോഷിക്കുകയാണ്. സകല സീമകളും ലംഘിച്ചുകൊണ്ട് അവരുടെ ആഘോഷം അതിരുവിട്ടുപോകുകയാണ്. ഇതിൽ ചില അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അതായത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശന് നേരെ ഒരു വലിയ ആരോപണം നിൽക്കുന്നുണ്ട്. ലീഗിന്റെ പിന്തുണയുള്ളതുകൊണ്ട് മാത്രമാണ് സതീശൻ മുഖ്യമന്ത്രി ആയത് എന്ന്. ഹൈക്കമാൻഡിനെ ലീഗ് മുൾമുനയിൽ നിർത്തിയതുകൊണ്ടാണ് വി.ഡി. സതീശന് മുഖ്യമന്ത്രി കസേര കിട്ടിയത് എന്ന്. നമുക്കറിയാം, വി.ഡി. സതീശൻ നല്ല ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുള്ള നേതാവാണ്, നിലപാടുള്ള നേതാവാണ്. ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനും നടപ്പിലാക്കാനും കഴിവുള്ള നേതാവാണ്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു സമുദായ സംഘടനകൾക്കും അടിമപ്പെടാതെ പോകുക. മുൻപ് പിണറായി വിജയൻ എന്താണോ സംഭവിച്ചത് അത് വി.ഡി. സതീശന് സംഭവിക്കരുത്. അതിന് അനുവദിച്ചു കൊടുക്കരുത് വി.ഡി. സതീശൻ. അതാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മുൻപൊക്കെ സമസ്ത കണ്ണുരുട്ടി കാണിക്കുമ്പോൾ അവിടെ ഇരുന്ന് കരയുന്ന പിണറായിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. സമസ്തയ്ക്കും മറ്റ് ചില സംഘടനകൾക്കും അടിമപ്പെട്ടു പോയ പിണറായിയെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇരട്ടച്ചങ്കനാണ് എന്നൊക്കെ പറയുമ്പോഴും സമസ്ത ഉൾപ്പെടെയുള്ള ചില സംഘടനകൾക്ക് മുൻപിൽ മുട്ടുവിറയ്ക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഗതികേടിലേക്ക് വി.ഡി. സതീശൻ പോകരുത്. വി.ഡി. സതീശനെ ഉൾപ്പെടെ വിജയിപ്പിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾക്ക് ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. ഒരു വലിയ മാറ്റം നിങ്ങൾ കൊണ്ടുവരും എന്നുള്ള വിശ്വാസം 100% അതിനോട് നീതി പുലർത്താൻ വി.ഡി. സതീശന് കഴിയണം. അങ്ങനെ 100% നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഒരു മതസംഘടനകൾക്കും ഒരു ജാതി സംഘടനകൾക്കും അടിമപ്പെടാതെ പോകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത്. ഇവിടെ മുസ്ലിം ലീഗിനെ ഞങ്ങൾ വർഗീയവൽക്കരിക്കുകയാണോ എന്ന് ചോദിക്കുമായിരിക്കും. ഒരിക്കലുമല്ല. എല്ലാ സംഘടനകളിലും എല്ലാ മതസംഘടനകളിലും തീവ്ര നിലപാടുകാർ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അവരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ വി.ഡി. സതീശന് കഴിയണം. വി.ഡി. സതീശൻ ലീഗിന്റെ മാത്രം മുഖ്യമന്ത്രി ആകരുത്. കേരളത്തിന്റെ ഒന്നാകെ മുഖ്യമന്ത്രിയായി അങ്ങ് ആ കസേരയിൽ ഇരിക്കണം. ഒരു അപകടം മുന്നിലുണ്ട്.
അത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ആ ഒരു അപകടത്തിലേക്ക് അങ്ങ് വീഴരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പറയാനുള്ളത്. കുഞ്ഞാലിക്കുട്ടിക്ക് കയ്യടി കിട്ടുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വിറയൽ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോടൊക്കെ ഒരേപോലെ സമീപനമുള്ള ഒരു മനുഷ്യനാണ്. കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിയും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ലീഗുകാരുടെ ആ ഒരു ആവേശമുണ്ടല്ലോ, ആ ഒരു ആവേശത്തിൽ നമ്മൾ ചിലതൊക്കെ ആശങ്കപ്പെട്ടു പോകുകയാണ്. കാരണം അങ്ങ് തൊടുപുഴയിൽ ഉയർന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ, ആരാണ്ടാ ഇത് ലീഗാണ്ട, കേരളം ഭരിക്കുന്നത് ഞങ്ങളാടാ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതവനാടാ വെള്ളാപ്പള്ളി, ഏതവനാടാ സുകുമാരൻ നായർ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു മുദ്രാവാക്യം വിളിയുണ്ടല്ലോ, അത് ആപത്താണ്. അങ്ങനെ മുദ്രാവാക്യം വിളിച്ച ലീഗുകാരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം, അതിലൊരു സംശയവും വേണ്ട. അപ്പോഴും നമ്മൾക്ക് ഒരാശങ്ക, മതമാണ് 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 പ്രശ്നമെന്ന് വാദിച്ച കെ എം ഷാജി മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളതാണ്. എതിർക്കേണ്ടതിനെ എതിർക്കുക തന്നെ ചെയ്യണം. ഷാജിയുടെ വായിൽ നിന്ന് അത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറാകണം. അല്ലെങ്കിൽ വി ഡി സതീശനും സംഭവിക്കാൻ പോകുന്നത് പിണറായിയുടെ അതേ പതനമായിരിക്കും. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയതല്ലേ ഉള്ളൂ, ഇങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കുമായിരിക്കും. ഇത് വിമർശനമല്ല, പറ്റിപ്പോയ പിഴവുകൾ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. കേരളത്തിന്റെ ഒന്നാകെ മുഖ്യമന്ത്രിയാണല്ലോ വി ഡി സതീശൻ, അല്ലാതെ ഏതെങ്കിലും ഒരു മതസംഘടനയുടേതല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ, ഇത് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപും ഇത് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചപ്പോഴും നമ്മൾ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലീഗിനെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ളോ എന്ന്. അല്ല, ഹൈന്ദവ സംഘടനകളിലും ക്രിസ്ത്യൻ സംഘടനകളിലുമൊക്കെ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകാരുണ്ട്. ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകാർക്ക് മുൻപിൽ പിണറായി വിജയൻ പതറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പതർച്ച വി ഡി സതീശൻ ഉണ്ടാകാതിരിക്കട്ടെ. വി ഡി സതീശന്റെ ഒരു പൊലിമയുണ്ടായിരുന്നു, അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്നുള്ള ആ ഒരു പൊലിമ. അത് പക്ഷേ ഇത് ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് അധികാരം കിട്ടിയത് എന്നുള്ള ഒറ്റ പറച്ചിലിൽ അത് മങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അതിനെ വിളക്കി ചേർത്ത് വീണ്ടും മോടി പിടിപ്പിച്ച് ഇത് ഞാൻ സ്വയം വഴിവെട്ടി വന്നതാണ് എന്ന് വി ഡി സതീശന് തെളിയിക്കാൻ കഴിയട്ടെ. തൊടുപുഴയിൽ ഉയർന്ന കേരളം ഭരിക്കുന്നത് ഞങ്ങളാടാ എന്ന ആ ലീഗുകാരുടെ മുദ്രാവാക്യം വിളിക്ക് മറുപടിയുമായിട്ട് ഈ ക്രൈസ്തവ സംഘടനകളിലെയോ ഹൈന്ദവ സംഘടനകളിലെയോ തീവ്ര നിലപാടുകാർ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി? അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പാണ് ഇത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. വി ഡി സതീശൻ സത്യപ്രതിജ്ഞാ വേദിയിൽ പറഞ്ഞത് കേരളത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കും എന്നാണ്. ആ പറഞ്ഞതിൽ ഒരല്പം പോലും വെള്ളം ചേർക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഇതിനു മുൻപും കെ എം ഷാജിയെ തിരുത്താൻ വി ഡി സതീശൻ തയ്യാറായിട്ടില്ല. കാരണം മതമാണ് പ്രശ്നം, മതത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി അധികാരം പിടിക്കണമെന്ന് ഈ അടുത്ത കാലത്താണ് കെ എം ഷാജി പറഞ്ഞത്. പക്ഷെ അന്നും ഷാജിയെ തിരുത്താൻ വി ഡി സതീശൻ തയ്യാറായില്ല. അന്ന് നമ്മൾ വി ഡി സതീശനെ വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി ആയി എന്നുള്ളത് കൊണ്ട് വി ഡി സതീശൻ വിമർശനത്തിന് അതീതനൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പിഴവുകൾ ഉണ്ടായാൽ വിമർശിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ ആർക്കും അടിമപ്പെട്ടു പോകാതെ ഭരിക്കുക എന്നുള്ളത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും ഒരുപോലെയുള്ള നീതി ഉറപ്പിക്കാനും നടപ്പാക്കാനും ഒരു ഭരണാധികാരിക്ക് കഴിയണം. ഗ്രൂപ്പിസത്തെ പൊളിച്ചവൻ എന്നൊക്കെ നമ്മൾ വി ഡി സതീശനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ മറ്റ് മതഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ മതസംഘടനകൾക്ക് മുൻപിൽ മുട്ടുവളയ്ക്കാത്ത ഒരു വി ഡി സതീശനെ വേണം കേരളത്തിന് കാണാൻ. അങ്ങനെ ഒരു കാഴ്ച സാധ്യമാകട്ടെ എന്നാണ് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് 2 കയ്യടി കൂടുതൽ കിട്ടിയത് കൊണ്ടോ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി 2 മുദ്രാവാക്യം കൂടുതൽ വിളിച്ചത് കൊണ്ടോ ഉള്ള വേവലാതിയോ ആശങ്കയോ അല്ല ഈ പറയുന്നത്. മൊത്തത്തിൽ ഒരു ആരോപണം, ഒരു അടക്കം പറച്ചിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ലീഗാണ് അധികാരം പിടിച്ചത് എന്നാണ്. കോൺഗ്രസോ UDF അല്ല, ലീഗാണ് കേരളത്തിന്റെ അധികാരം പിടിച്ചത് എന്നുള്ളതാണ്. അതൊരു പരിഹാസമാണ്, അതൊരു ട്രോളാണ്. CPMന്റെ സൈബർ ഗ്രൂപ്പുകളിലൊക്കെ വരും ദിവസങ്ങളിൽ ഈ ട്രോള് കിടന്ന് കറങ്ങും, വൈറലാകും. അത് ആദ്യത്തെ കളങ്കമായി വി ഡി സതീശന് മാറും. ആ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാടെടുക്കാൻ വി ഡി സതീശന് കഴിയട്ടെ. പാണക്കാട് കുടുംബം, അത് നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ അവരെ ഒഴിച്ചു നിർത്താൻ കഴിയുന്നതല്ല. പക്ഷേ സതീശൻ പറഞ്ഞ ആ ഒരു വാക്ക് അവിടെയും പാലിക്കുക. മതസംഘടനാ നേതാക്കളെ കണ്ടു കഴിഞ്ഞാൽ കൈകൊടുക്കാം, ഇരിക്കാം, പക്ഷേ കിടക്കാൻ നിൽക്കരുത്. അതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്നിപ്പോൾ വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, പ്രത്യേകിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ആ ചരിത്ര നിമിഷത്തിലും ലീഗിന്റെ ഒരു അപ്രമാദിത്യമാണ് അവിടെ ഉണ്ടായത്.
അതൊരു വല്ലാത്ത മങ്ങല് ഏൽപ്പിച്ചിട്ടുണ്ട് വി.ഡി. സതീശന് എന്നുള്ള ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുകയാണ്. ഈ തുടക്കം മുതൽ തന്നെ ഉള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയം മുതൽ ഉണ്ടായിരുന്നു വി.ഡി. സതീശന് വേണ്ടി ലീഗ് അങ്ങിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്ന്. കാസർഗോഡ് നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും തലസ്ഥാനത്തേക്ക് വലിയൊരു ഒഴുക്കായിരുന്നു. ലീഗ് അവരുടെ കൊടിയും പിടിച്ചുകൊണ്ട് വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആവേശം വിതറിക്കൊണ്ട് തലസ്ഥാനം കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് അവരുടെ ആവേശമായിരിക്കട്ടെ, ആഘോഷമായിരിക്കട്ടെ, അങ്ങനെ തലസ്ഥാനം കീഴടക്കിയതായിക്കോട്ടെ. പക്ഷേ ഭരണകൂടത്തെ കീഴടക്കാൻ ഒരു മതസംഘടനകളെയും അല്ലെങ്കിൽ ഒരു സംഘങ്ങളെയും അനുവദിക്കരുത് എന്നുള്ളതാണ് വി.ഡി. സതീശനോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അതൊരിക്കലും ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു മതസംഘടനയെ വിമർശിക്കുന്നതായി ചിത്രീകരിക്കപ്പെടരുത്. ഇനിയിപ്പോൾ കുഞ്ഞാലിക്കുട്ടി 5 മന്ത്രിമാരാണ് ലീഗിന്റെ മന്ത്രിസഭയിലുള്ളത്. അവരുടെ തെറ്റുകുറ്റങ്ങളെ വിമർശിക്കും, വിവാദങ്ങൾ അവർക്ക് നേരെയും ഉണ്ടാകും. അപ്പോഴൊക്കെ മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്നേ എന്നുള്ള ഒരു ലേബൽ എടുത്ത് ഒട്ടിക്കരുത്. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെയാണ് വിമർശിക്കുന്നത്, അവരുടെ പിഴവുകളെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ ഒരിക്കലും ഒരു മതത്തെ അല്ല വിമർശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ BJP-കാരെ വിമർശിക്കുമ്പോൾ അവർ പറയുന്നത് ഹിന്ദു സംഘടനകളെ ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്നേ എന്നാണ്. ഒരിക്കലുമല്ല. ഹിന്ദു സംഘടനയോ അല്ലെങ്കിൽ ഹിന്ദുക്കളും BJP-യും തമ്മിൽ ഒരു ബന്ധവുമില്ല. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെ വിമർശിക്കുമ്പോൾ, അവരുടെ നേതാക്കളെ വിമർശിക്കുമ്പോൾ എങ്ങനെയാണ് ഹിന്ദുക്കളെ വിമർശിക്കുന്നതാകുന്നത്? ഒരിക്കലുമല്ല. ക്രൈസ്തവ സഭകളിലും അങ്ങനെ തന്നെ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയ കയ്യടിയുടെ എണ്ണം പൊലിപ്പിച്ച് കാണിക്കുന്നതോ അല്ലെങ്കിൽ വി.ഡി. സതീശന് കിട്ടിയ കയ്യടി കുറഞ്ഞു പോയെന്നോ എന്നുള്ള പരാതിയല്ല പറയുന്നത്. ഇവിടെ ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു ആശങ്ക ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വി.ഡി. സതീശന് കഴിയണം എന്നുള്ളതാണ്. ലീഗിന്റെ പിന്തുണ എനിക്കുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ഞാൻ എൻ്റെ രീതിക്ക് പ്രവർത്തിച്ചത് കൊണ്ടുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ എനിക്കൊപ്പം നിന്നത് എന്ന് പറയാൻ, അത് തെളിയിക്കാൻ വി.ഡി. സതീശന് കഴിയണം. ജനങ്ങളാണ് വി.ഡി. സതീശനെ അധികാരത്തിലെത്തിച്ചത്. അങ്ങ് ഹൈക്കമാൻഡിനെ വരെ തിരുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടിരുത്തിയത്. അക്കൂട്ടത്തിൽ എല്ലാ മനുഷ്യന്മാരും ഉണ്ട്. അല്ലാതെ ഒരു വിഭാഗം ആൾക്കാർ മാത്രമല്ല വി.ഡി. സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരങ്ങൾ കണ്ടെത്താനും ഒരു ജനനായകനായി വി.ഡി. സതീശൻ മാറട്ടെ, അങ്ങനെ കഴിയട്ടെ. അല്ലാതെ ഏതെങ്കിലും ഒരു സംഘങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു മതസംഘടനകൾക്ക് വേണ്ടി അടിമപ്പെട്ടു പോകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പിന്നെ ലീഗിന്റെ ചില നേതാക്കൾ, സമസ്തയുടെ ചില നേതാക്കളൊക്കെ ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുള്ള ചില വിവാദപരമായ പ്രസ്താവനകളൊക്കെയുണ്ട്. ഹിജാബ് നിയമം കടുപ്പിക്കണം എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാൻ ഇവിടെ ആരും ശ്രമിക്കേണ്ടതില്ല. കാരണം ഇതൊരു മതേതരത്വ ജനാധിപത്യ രാജ്യമാണ്. കേരളം എന്നും മതേതരത്വം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന ചരിത്രമേ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ. പ്രതിസന്ധികൾ വരുമ്പോൾ കൈകോർത്ത് നിൽക്കാറുണ്ട് നമ്മൾ. രാഷ്ട്രീയ വിമർശനങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ നമുക്ക് പരസ്പരം പറഞ്ഞ് പരിഹരിക്കാം. അതിനൊക്കെ അപ്പുറത്തേക്ക് ചേരിതിരിവിലേക്കും വർഗീയ വിഭാഗീയതയിലേക്കും വിള്ളലുകളിലേക്കും പോകാതിരിക്കട്ടെ. മുഖ്യമന്ത്രി വി.ഡി. സതീശന് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.